ഇന്ന് നമ്മുടെ എല്ലാ വാഹനങ്ങൾക്കകത്തും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ആക്സസിബിലിറ്റി യൂസേജ് എല്ലാം തന്നെ വളരെ കൃത്യമായി കണക്റ്റീവ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മാർക്കറ്റിനകത്ത് ഒരുപാട് ആൻഡ്രോയിഡ് കമ്പനികൾ ബ്രാൻഡുകളുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പല വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പോൾ ഒരു റാമിൻ്റെ സ്പെസിഫിക്കേഷൻ 2GB റാമിൽ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല റേഞ്ചിൽ ഈ ഇത്തരം ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഓൺലൈനിലായാലും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പല ബ്രാൻഡുകളും വില കൂടുതലും മറ്റു ചിലത് ഇതേ സ്പെസിഫിക്കേഷനുള്ളത് വില കുറവും? തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ബ്രാൻഡുകൾ കാണിക്കുന്ന റാം അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എക്സാക്ട്ലി ഈ പ്രോസസ്സറിനകത്ത് ഉണ്ടോ എന്ന് പലപ്പോഴും കെയർ ചെയ്യാറില്ല. കാരണം പലതും ഫ്ലാഷ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേസും അതുപോലെ പ്രോസസ്സേഴ്സുമാണ്. അതുകൊണ്ട് 2GB റാം പറഞ്ഞാലും എക്സാക്ട്ലി അത് 1GB ഒക്കെ ചിലപ്പോൾ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ അത് എക്സാക്ട്ലി പെർഫോമൻസ് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ലാഗ് ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ എല്ലാം തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള ബ്രാൻഡുകളാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒപ്പം ചോദിക്കണം, 1 വർഷത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാർട്സുകൾ അവൈലബിൾ ആണോ, ആഫ്റ്റർ സർവീസ് ലഭിക്കാൻ ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം 1 വർഷം കഴിയുമ്പോൾ നമ്മൾ തൂരിടേണ്ട അവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വാറൻറ്റി പീരീഡും അതിനുശേഷവും പാർട്സ് അവൈലബിൾ ബ്രാൻഡുകൾ ആഫ്റ്റർ സർവീസ് ലഭിക്കുന്ന ബ്രാൻഡുകൾ മേടിക്കുക. ഒപ്പം റാമിൻ്റെ സ്പെസിഫിക്കേഷനിലും തന്നെ ഫ്ലാഷ് അല്ലാതെ ഒറിജിനൽ നമുക്ക് കിട്ടുന്ന റാം സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മേടിക്കാവുന്നതാണ്.